ചൊവ്വാഴ്ച പുലർച്ചെ മണ്ണിലമർന്ന ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് ഇപ്പോൾ രക്ഷാദൗത്യം 5-ാം ദിനത്തിലേക്ക് പോവുകയാണ്. 4-ാം ദിനത്തിലെ തിരച്ചിൽ പൂർത്തിയാകുമ്പോഴും ആശ്വാസകരമായ വാർത്തയില്ല. ഉറ്റവരെ തേടി അങ്ങനെ നിരവധി പേർ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. ഓരോ മൃതദേഹങ്ങളും ആശുപത്രികളിൽ എത്തിക്കുമ്പോൾ അവരുടെ ഉറ്റവരാണോ എന്ന് ആകുലതയോടെ നോക്കുന്ന ജനങ്ങളെ കണ്ടു. അങ്ങനെ എവിടെയും നൊമ്പരപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ മാത്രമാണ് ഈ ദുരന്തമുഖത്ത് നമുക്ക് കാണാനായത്. ഇപ്പോൾ ഷഹദ് റഹ്മാൻ ചൂരൽമലയിൽ ചേർന്നു. ഷഹദ്, ഇന്നലെ ഈ മുണ്ടക്കൈ പുഞ്ചിരിവട്ടം ഭാഗത്തൊക്കെ തെരച്ചിൽ നടത്തിയത് 6 സോണുകൾ തിരിഞ്ഞുകൊണ്ട് വിവിധ സംഘങ്ങളായി തന്നെയായിരുന്നു. ഇന്നത്തെ തെരച്ചിലും അതേപോലെ തന്നെ നടത്താനാണോ തീരുമാനം? ഇന്നലെ ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന സൈന്യം നടത്തി. ഇതിൽ സിഗ്നൽ വരുന്നിടത്ത് JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ ഈ മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന പരിശോധന നടത്തിയിരുന്നു. ഇന്ന് ആ ഒരു റഡാർ പരിശോധനയ്ക്ക് ഒന്നുകൂടി ഊന്നൽ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഊർജ്ജം നൽകിക്കൊണ്ട് ഇപ്പോൾ ഈ ഐബോർഡ് ഡ്രോൺ പരിശോധന ഉപകരണം കൂടി എത്തുന്നു. ഇത്തരത്തിൽ എന്തൊക്കെ സജ്ജീകരണങ്ങളായിരിക്കും ഈ 5-ാം ദിനത്തെ തെരച്ചിൽ ഉണ്ടാവുക? നേരത്തെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചാലിയാറിന്റെ ഭാഗത്തും സമാന്തരമായി തെരച്ചിൽ നടത്തുന്നത് കണ്ടു. ഇന്നലത്തെ അതേ ഒരു ഫോർമാറ്റ്, ഇന്നലത്തെ അതേ ഒരു ആക്ഷൻ പ്ലാൻ തന്നെയായിരിക്കുമോ ഇന്നത്തെ രക്ഷാദൗത്യത്തിന് ഷഹദ? സുഹേൽ, ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഇന്നും രക്ഷാപ്രവർത്തനം തുടരുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇനി വ്യാപകമായിട്ട് തിരച്ചിൽ നടത്താനുണ്ടാവുന്ന ഒരു സാധ്യത അത് ചാലിയാർ മേഖലയിലാണ്. കാരണം ആ മേഖലയിലാണ് കൂടുതൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അടിഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവിടങ്ങളിലേക്കാണ് ഇത്തരത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ എത്തിയിട്ടുണ്ടാവുക എന്നതാണ് നിലവിലെ ഒരു അനുമാനം. ആ ഒരു പശ്ചാത്തലത്തിൽ ആ മേഖലകളിൽ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സമാന്തരമായിട്ട് ഇവിടെയും ഈ ദുരന്ത ഭൂമിയിലും തിരച്ചിൽ നടത്തും. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്, അതായത് വലിയ പാറക്കല്ലുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ചളി, വലിയ രീതിയിൽ ചളിയുണ്ട്, അരക്കൊപ്പം ചളിയുണ്ട്. അപ്പം ഈ ചളിയിൽ നിന്നുകൊണ്ടും അല്ലെങ്കിൽ പിന്നെ ഈ പാറക്കെട്ടുകളിലുമൊക്കെ വ്യാപകമായിട്ട് തെരച്ചിൽ നടത്തണം. അപ്പം അതിനാണ് ഈ കൂടുതൽ യന്ത്ര സാമഗ്രികൾ, അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായം കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നത്. അത് ഇന്നലെ വലിയൊരു അളവിൽ ഫലം കണ്ടു എന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ സജീവമായിട്ട് നല്ല രീതിയിൽ തന്നെ ഇത്തരത്തിൽ തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമുക്ക് മൃതദേഹങ്ങൾ മാത്രമേ കണ്ടെടുക്കാനായിട്ടുള്ളൂ. ഇന്നലെ വൈകിട്ടോടുകൂടി ചെറിയ രീതിയിലുള്ള ട്വിസ്റ്റും അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള വാർത്തകളൊക്കെ, അത് ജീവനെ തുടിപ്പുണ്ട് എന്ന തരത്തിൽ വാർത്തകളൊക്കെ പുറത്തു വന്നെങ്കിലും അത് നമുക്ക് ഏവർക്കും പുതിയ പ്രതീക്ഷകൾ നൽകിയെങ്കിലും നിർഭാഗ്യമെന്ന് പറയട്ടെ, രാത്രിയോടുകൂടി അതിന്റെ ഫലം നെഗറ്റീവായിരുന്നു. കാരണം അത്തരത്തിലൊന്നും തന്നെ ഇല്ല. അതൊരു പക്ഷേ മൃഗങ്ങളുടെ വല്ല സാന്നിധ്യവുമായിരിക്കും എന്ന തരത്തിലായിരുന്നു പിന്നീട് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ, അതുപോലെ തന്നെ മറ്റ് യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുള്ള തിരച്ചിലുകളൊക്കെ തന്നെ ഇന്നും പുരോഗമിക്കും. ഒരുപക്ഷെ 7 മണിയോട് കൂടിയിട്ടായിരിക്കും ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല കനത്ത മഴയായിരുന്നു. അപ്പം വലിയ രീതിയിലുള്ള പ്രതികൂല കാലാവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇന്ന് അത്തരമൊരു സാഹചര്യമില്ല. ഇന്ന് കുറെ കൂടി അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. ഇനി അതുകൊണ്ട് പതിവിൽ കവിഞ്ഞ് നേരത്തെ ഇത്തരത്തിൽ ഈ തെരച്ചിൽ ആരംഭിക്കുമോ എന്ന കാര്യം നമുക്ക് അറിയില്ല. നിലവിൽ എന്തായാലും ഇപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥരൊന്നും എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഈ മേഖലകളിലേക്ക് ആരും വന്നു തുടങ്ങിയിട്ടുമില്ല. ഇപ്പോൾ നമ്മൾ മാത്രമേ ഈ മേഖലയിലുള്ളൂ. ബാക്കി ആളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 7 മണിയോടൊക്കെ ആകും ഇന്നത്തെ ഈ തെരച്ചിൽ ആരംഭിക്കാൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം, കഴിഞ്ഞ കുറെ അധികം ദിവസങ്ങളായിട്ട്, അതായത് സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 5-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ ദുരന്തം നടന്നിട്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ അത്രയും ഈ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഉറക്കവുമില്ല, ഊണുമില്ലാതെ ജോലി ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് പല ഉദ്യോഗസ്ഥരും ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. കാരണം 11 മണി 12 മണി, നമ്മളൊക്കെ ഈ 12 മണി സമയത്ത് ഇവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ ഇവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കാരണം അവർക്ക് ഉറക്ക് വലിയ പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത്രയും അധികം ദിവസം കഠിനമായിട്ട് ജോലി ചെയ്യുകയാണ്. മാത്രമല്ല, ഈ ചളിയിൽ നിന്ന് ജോലി ചെയ്യുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അത് കുറച്ച് പ്രയാസം നിറഞ്ഞ കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ തെരച്ചില് പുരോഗമിക്കാൻ, അതായത് ഇന്ന് ഒരു 7 മണിയോട് കൂടിയിട്ടായിരിക്കും ഈ തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഇവിടേക്ക് ആളുകൾ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം ആ രീതിയിലായിരിക്കും തെരച്ചിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഒരു 7 മണിയോട് കൂടിയിട്ടായിരിക്കും ഇന്നത്തെ തിരച്ചിൽ ആരംഭിക്കുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സാർ, ഇന്നലെ ഇട്ടതാണ് സാർ വണ്ടി. അല്ല, ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരും, സാധനങ്ങൾ ഇറക്കാനാ. ഇന്നത്തെ ദൗത്യം, അതിനെ രക്ഷാദൗത്യം എന്ന് വിളിക്കണോ?
അതിനപ്പുറത്തേക്ക് ഇവാക്യുവേഷൻ ഒന്ന് വിളിക്കണോ റെസ്ക്യൂ ഒന്ന് വിളിക്കണോ എന്നൊരു സംശയമുണ്ടാവും. കാരണം 5-ാം നാളാണ്. കാത്തിരിക്കുന്നവർക്ക് വലിയ പ്രതീക്ഷകളില്ലെങ്കിലും അവിടെ ഉറ്റവർ മണ്ണിനടിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ജീവനറ്റാണെങ്കിലും ഉണ്ടെങ്കിൽ, മനുഷ്യാന്തസ്സിന് ചേർന്നൊരു സംസ്കാരം ഒരുക്കണമെന്ന ആഗ്രഹം, ആ ആഗ്രഹം മാത്രം ബാക്കിയാക്കിക്കൊണ്ടാണ് ഇന്നിവിടെയൊക്കെ തെരച്ചിൽ നടത്തുന്നത്. നമ്മൾ ഇന്നലെയൊക്കെ കണ്ട കാഴ്ചകൾ അതിസങ്കടം നൽകുന്ന ഒരു കണ്ണീർ കടലാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പലപ്പോഴും ഇവരുടെ ടെറൈനാണിത്. ഇവർക്ക് വളരെ സുപരിചിതമായ ഗ്രാമമാണ്. പക്ഷേ അതിജീവിച്ചവർ ആ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അവർക്കതൊരു അപരിചിത നാടായി മാറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. പലർക്കും അവരുടെ വീടുകൾ എവിടെ എന്ന് പോലും കണ്ടെത്താനായില്ല. ഒടുക്കം എവിടെയൊക്കെയോ ലാൻഡ്മാർക്ക് കണ്ട് അവിടെ സൈന്യത്തോട് പറയുന്നത് നമ്മൾ കണ്ടു. ഇവിടെ എൻ്റെ വീടുണ്ട് സാർ, ഇതിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് സൈന്യത്തോട് പറയുന്ന അവിടുത്തെ പ്രദേശവാസികളെ നമ്മൾ കണ്ടു. ആ പ്രദേശവാസികൾ പറയുന്നത് അനുസരിച്ച് സൈന്യം അവിടെ JCBയും മറ്റും ഉപയോഗിച്ച് പരിശോധന നടത്തും നമ്മൾ കണ്ടു. ആ പരിശോധന നടത്തുമ്പോഴൊക്കെ ഈ സൈന്യവും ദുരന്ത നിവാരണ സേനയും ഫയർഫോഴ്സും ഒക്കെ ഒരു ആഗ്രഹമുള്ളിൽ വെക്കുന്നുണ്ടാവും. ഇങ്ങനെ സങ്കടക്കടലിൽ നിൽക്കുന്നവർക്ക് ആശ്വാസത്തിന് എന്തെങ്കിലും വാർത്ത നൽകാനാകണമെന്ന പ്രതീക്ഷയിൽ ആ ഒരു ആഗ്രഹത്തിൽ തന്നെ അവർ പരിശോധന നടത്തുന്നു. പക്ഷേ എന്താണ്, നിരാശ മാത്രമാണ് നമുക്ക് പലപ്പോഴും ഫലമായി ലഭിച്ചത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് വൈകിട്ട് ഒരു 5:00 ഈ മുണ്ടക്കൈ മേലെ മുണ്ടക്കൈ ഭാഗം ഒരു നഗരമേഖലയാണ്. അവിടെ ഒരു കെട്ടിടത്തിനോട് ചേർന്നൊരു വീടുണ്ടായിരുന്നു. ആ വീടിൻ്റെ അടുക്കള ഭാഗത്ത് നിന്ന് ജീവനുള്ള എന്തോ ഉണ്ടെന്നൊരു വാർത്ത വന്നപ്പോൾ തന്നെ അത് മുണ്ടക്കയത്തോടൊപ്പം കേരളക്കരയ്ക്കും പ്രതീക്ഷയ്ക്കൊരു ജീവൻ നൽകുന്ന വാർത്തയായിരുന്നു. മണിക്കൂറുകൾ വലിയ പ്രതീക്ഷയോടെ അല്പം ആശ്വാസത്തിന് എന്തെങ്കിലും വാർത്ത ഉണ്ടാകുമെന്ന് കാത്തിരുന്ന ജനതയെ നമ്മൾ കണ്ടു. പക്ഷേ അപ്പോഴും നിരാശ തന്നെയായിരുന്നു ഫലം. ഈ 5-ാം നാളിലെങ്കിലും എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്ന. ഷഹർമാൻ വീണ്ടും ചേർന്നു. ഷഹദ, ഇന്നലെ GPR അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തി. ഇന്ന് കുറച്ചുകൂടി പ്രൊസസീവായി നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്ന ഐബോർഡ് പരിശോധന വരുന്നു. ഈ പരിശോധനകളെല്ലാം മണ്ണിലടിയിൽ എവിടെയെങ്കിലും ജീവന്റെ തുടുപ്പുണ്ടോ എന്ന പരിശോധനയാണ്. അത്തരത്തിൽ വലിയ പ്രതീക്ഷകൾ ഇല്ലെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം. ചാലിയാറിൽ ഇന്ന് ഏത് രീതിയിലൊരു പരിശോധനയാണ് ആസൂത്രണം ചെയ്യുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ഷഹദ? ചാലിയാറിൽ ഇന്ന് വ്യാപകമായിട്ട് പരിശോധനകൾ ഉണ്ടാകും സുഹേൽ, പ്രധാനമായിട്ട്. കാരണം ഇന്നലെയൊക്കെ നമുക്കറിയാം നല്ല രീതിയിലുള്ള തെരച്ചിൽ ചാലിയാർ മേഖലയിൽ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ തന്നെ അത്രയും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതും ചാലിയാർ മേഖലകളിൽ നിന്ന് തങ്ങളെ ഈ ബന്ധുക്കളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ അല്ലെങ്കിലൊക്കെ കണ്ടുകിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ മേഖലയിലായിരിക്കും ഇനി കൂടുതൽ തിരച്ചിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാനമായ രീതിയിൽ ഇപ്പോൾ സുഹേൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും തെരച്ചിലുണ്ടാകും. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഇനി തെരച്ചിൽ നടത്തുമ്പോഴും ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഈ വലിയ പാറക്കല്ലുകളൊക്കെ എടുത്തു മാറ്റി അതുപോലെ തന്നെ ഈ ചളിയിലൊക്കെ ഈ JCB ഉപയോഗിച്ച് തെരച്ചിൽ നടത്തില്ല എന്നുള്ളതെ സംബന്ധിച്ച് ഒക്കെ വലിയ പരിമിതികളുണ്ട്. കാരണം എത്ര കേന്ദ്രങ്ങൾ എത്തിയെന്നും എത്ര പുതിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ പരിമിതികളൊക്കെ തന്നെയുണ്ട്. അത് ശരിയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം കാലാവസ്ഥ ഇതിന് വലിയ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ ഈ പറയുന്ന സുഗമമായിട്ടുള്ള എല്ലാ തെരച്ചിലും, അത് ഇവിടെയാണെങ്കിലും ചാലിയാറിലാണെങ്കിലും എവിടെയാണെങ്കിലും സുഗമമായിട്ടുള്ള ഒരു തെരച്ചിൽ സാധ്യമാവുക. എന്തായാലും ഇത്തരത്തിൽ ഈ കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ ഉള്ളൂ. നിലവിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. നിലവിൽ ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല രീതിയിൽ തെരച്ചിൽ നടത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇപ്പം ഈ ബെയിലി പാലമൊക്കെ പൂർണ്ണ സജ്ജമായി നല്ല രീതിയിൽ പ്രവർത്തന സജ്ജമായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളില്ലാതെ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ നല്ല പ്രതീക്ഷകൾ ഉണ്ടാകും, അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് മോഹൻലാൽ ഈ സംഭവ സ്ഥലത്തേക്ക്, ദുരന്ത സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. അദ്ദേഹം ഏത് സമയത്താണ് എത്തുക എന്ന് അറിയിച്ചിട്ടില്ല. പക്ഷേ നിലവിൽ മോഹൻലാൽ ഇന്ന് ഇവിടേക്ക് വരും എന്നുള്ളത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇന്ന് സന്ദർശകർക്ക് പൂർണ്ണമായിട്ട്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇവിടെ സന്ദർശകരുടെ വലിയ രീതിയിലുള്ള പ്രവാഹമുണ്ട്. അപ്പം ഇന്നലെയൊക്കെ അത് പരമാവധി നിയന്ത്രിക്കാൻ പോലീസും അതുപോലെ തന്നെ ഇവിടുത്തെ ഒഫീഷ്യൽസും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഈ ഇത്തരം മേഖലകളിലേക്ക് ആളുകൾ വരുന്നതും അല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്ന് തന്നെ അപകടം വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിലുള്ള നീക്കങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ള, അതായത് പ്രമുഖരായിട്ടുള്ള ആളുകൾ വരുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഇന്ന് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ കടന്നേക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വാഹന ഗതാഗതമൊക്കെ നല്ല അർത്ഥത്തിൽ സുഗമമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം വാഹനങ്ങൾ കടത്തിവിടുന്നതിനും അല്ലെങ്കിൽ വാഹനങ്ങൾ പോകുന്നതിനുമൊക്കെ വലിയ രീതിയിലുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച്
ഈ വഴി കൂടുതൽ ദുഷ്കരമാണ്. കാരണം ഈ രണ്ട് ഭാഗങ്ങളിലും മണ്ണ് പല ഘട്ടങ്ങളിലായി പല മേഖലകളിലായി ഇടിയുന്നുണ്ട്. ഇന്നലെയൊക്കെ രാത്രി ഇത്തരത്തിൽ ഈ ഒരു ഡിറ്റക്ടർ വഴി അല്ലെങ്കിൽ ഈ ഒരു ജീവന്റെ അംശം ഉണ്ട് എന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഈ രാത്രി എമർജൻസി ആയിട്ടാണ് കൂടുതൽ വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ പോലീസിന്റെ വാഹനം പോലും ഇത്തരത്തിൽ ചളിയിൽ ആണ്ട് ഇത്തരത്തിൽ വലിയ ഗതാഗത കുരുക്കൊക്കെ ഈ മേഖലയിൽ ഇന്നലെ രാത്രി അത് ഉണ്ടായിരുന്നു. സമാന്തരമായി ഷഹദ്, ഈ മണ്ണടിഞ്ഞ മേഖലകളിൽ പരിശോധന തുടരുമ്പോഴും ഈ മുണ്ടക്കൈ ഈ പറയുന്ന പുഞ്ചിരിമട്ടം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ യാത്ര സുഗമമാക്കാൻ അത്തരത്തിൽ എന്തെങ്കിലും താൽക്കാലിക പാലങ്ങളോ അല്ലെങ്കിൽ താൽക്കാലികമായ ചെറിയ റോഡുകളോ അങ്ങനെ ആ ഒരു വഴി സുഗമമാക്കാൻ എന്തെങ്കിലും ശ്രമം ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടോ? സുഹല, അത് രണ്ടാം ദിവസം തന്നെ അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ സംഭവം നടന്ന രണ്ടാം ദിവസവും പ്രഥമ പരിഗണന നൽകിയിട്ടുണ്ടായിരുന്നത് അത്തരം കാര്യങ്ങൾക്കായിരുന്നു. കാരണം ആദ്യമായിട്ട് തന്നെ ഈ അതായത് ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്ന JCB അതുപോലെ തന്നെ ഹിറ്റാച്ചി തുടങ്ങിയ വാഹനങ്ങൾ കൊണ്ട് പ്രധാനമായിട്ടും വഴിയൊരുക്കുക എന്നതായിരുന്നു പ്രഥമ പരിഗണന. ഈ കാരണം തുടർ ദിവസങ്ങളിൽ, കാരണം ഈ ബെയിലി പാലം ഒക്കെ നിർമ്മാണം ഒക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടേക്ക് വാഹനങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഈ കൂടുതൽ വഴികൾ നന്നാക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ മേഖലകളിലേക്ക് കൂടുതൽ വാഹനങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ശ്രമം കുറെയൊക്കെ വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം പരമാവധി ആംബുലൻസുകൾക്കും അതുപോലെ തന്നെ JCB അതുപോലെ തന്നെ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾക്ക് മുകളിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ അത്തരമൊരു പ്രശ്നം നിലവിലില്ല. അതായത് ദുരന്ത ഭൂമിയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടേക്ക് അത്തരത്തിൽ ഇപ്പോൾ വരുന്നതിനോ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് എത്തിക്കുന്നതിനോ നിലവിൽ തടസ്സങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അതിനുള്ള സൗകര്യങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അത് പണ്ടുണ്ടായിരുന്നതിന് സമാന്തരമായിട്ട് ഒരു റോഡ് മാതൃകയും ഈ മേഖലയിൽ ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വലിയ വഴിയാണ്. കാരണം ഈ പുഴയോട് ചേർന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെയൊക്കെ ചളി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിൽ വലിയൊരു അളവിൽ അത് സഹായമാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ഈ ഫുഡ് അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ആംബുലൻസുകൾക്ക് വരാനും ഈ മേഖലയിൽ ആ രീതിയിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നിലവിൽ ഇല്ല. പക്ഷേ കൂടുതൽ ഈ വരുന്ന മറ്റ് വഴികൾ ഷഹദ് പറഞ്ഞതുപോലെ രക്ഷാദൗത്യത്തിന് അല്ലെങ്കിൽ തെരച്ചിൽ ദൗത്യത്തിന് അതിന് മുന്നോടിയായി എന്തെല്ലാം സ്വീകരിക്കണമോ അതെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആ ദുരന്ത ഭൂമിയിലേക്കുള്ള പാതകളെല്ലാം ഏറെക്കുറെ എളുപ്പത്തിൽ വാഹനങ്ങൾ എത്തിക്കുന്ന രീതിയിലൊക്കെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ രക്ഷാദൗത്യം അല്ലെങ്കിൽ തെരച്ചിൽ ദൗത്യം തുടരുമ്പോഴും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ഇന്നലെ അട്ടമല, ആറമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, വില്ലേജ് റോഡ്, സ്കൂൾ ഏരിയ ഇങ്ങനെ 6 കേന്ദ്രങ്ങളൊക്കെ തിരിച്ചുകൊണ്ട് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധനയാണ് ഇന്ന് സമാനമായ രീതിയിൽ തന്നെ. കാരണം ഇവിടേക്കാണ് അതിൻ്റെ ഏറ്റവും ആഘാതം ഏൽപ്പിച്ച ഇടങ്ങൾ. ആ ഇടങ്ങളിലെല്ലാം സമാന്തരമായി വിവിധ ടീമുകളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധന തന്നെയാണ് ഇന്നും ആസൂത്രണം ചെയ്തിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർക്ക് സഹായവുമായി പ്രദേശവാസികളുണ്ട്, പഞ്ചായത്ത് അധികൃതരുണ്ട്. കാരണം ആ ഒരു ഭൂപ്രദേശം തന്നെ ആകെ മാറിയിരിക്കുന്ന സാഹചര്യവും സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഇടങ്ങളിൽ, അതായത് മണ്ണൊലിച്ച ഇടങ്ങളിൽ വീടുകളുണ്ടോ, അവിടെ എന്തായിരുന്നു നടക്കുമുള്ള ടെറൈൻ പരിചിതമല്ലാത്ത ആളുകൾക്ക് അതിന് സഹായിക്കുന്ന ആളുകളടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ത്വരിതപ്പെട്ടൊരു രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുന്ന എത്രത്തോളം അർത്ഥമുണ്ടെന്നല്ല. പക്ഷേ തെരച്ചിൽ ദൗത്യം അത് അങ്ങനെ തന്നെ തുടരുകയാണ്. പക്ഷെ അതൊരു രക്ഷാദൗത്യമായി മാറട്ടെ, അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സമീർ ബിൻ കരീം കൂടി നമ്മോടൊപ്പം ചേർന്നു. സമീറ, ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഈ ലഭിച്ചതിൽ കൂടുതൽ മൃതദേഹങ്ങളും ചാലിയാറിന് തീരങ്ങളിലായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ പോത്തുകലായിരുന്നെങ്കിൽ പിന്നീട് പിറകോട്ട് സൂചിപ്പാറയ്ക്ക് സമീപം അടക്കമുള്ള ഈ കോഴിക്കോട് മലപ്പുറം അതിർത്തികൾക്കിടയിലുള്ള വനപ്രദേശങ്ങളടക്കം മൃതദേഹങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ടുണ്ട്. ഇന്നലെ ഈ മുണ്ടക്കൈ ചുരമല ഭാഗത്ത് സൈന്യം പരിശോധന നടത്തുമ്പോൾ സമാന്തരമായ രീതിയിൽ തന്നെ സൈന്യവും ഇത്തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ചാലിയാറിന് തീരത്തും പരിശോധന നടത്തിയിരുന്നു. ഇന്നും അതേ രീതിയിൽ അതേ ഇന്റൻസിറ്റിയിൽ നിന്ന് പരിശോധന തുടരാനാണോ തീരുമാനം സമീർ? സമീർ കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ് ഡ്രോൺ ഉപയോഗിച്ച്, ബോട്ട് ഉപയോഗിച്ച്, ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ചാലിയാറിന് തീരത്ത്, പ്രത്യേകിച്ച് ഈ വനമേഖല തീരത്ത് മനുഷ്യവാസം കുറഞ്ഞിടങ്ങളിലൊക്കെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അടിഞ്ഞിട്ടുണ്ടോ എന്ന പരിശോധന, ഈ പുഴയുടെ ആഴങ്ങളിലേക്കും അത്തരത്തിൽ പരിശോധന നടത്തിയത്. ഇന്നും സമാനമായ രീതിയിൽ ഒരു പരിശോധന തന്നെ നടക്കാനാണോ സാധ്യത സമീർ?
സുഹൈൽ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. രാവിലെ 8 മണിയോട് കൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന വിവരം. NDRF, നാവികസേന, അഗ്നിരക്ഷാ സേന, വനം വകുപ്പ്, പോലീസ് സേനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഹെലികോപ്റ്ററും ഇന്നലത്തേന് സമാനമായ രീതിയിൽ 2 ഹെലികോപ്റ്ററുകളും ഇന്ന് തിരച്ചിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ സേന വ്യക്തമാക്കുന്നത്. പോലീസ് സേനയുടെ ചോപ്പറും ഒപ്പം തന്നെ നേവിയുടെ ഹെലികോപ്റ്ററുമായിരിക്കും ഇത്തരത്തിൽ തിരച്ചിൽ ഉണ്ടാവുക. അതിദുർഘടമായ വനമേഖലയായതിനാലാണ് ഇത്തരത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ സേനകൾ സൂചിപ്പാറയിലും ഒപ്പം തന്നെ എത്തുന്ന തരത്തിലായിരിക്കും ഇവിടെ നിന്നും യാത്ര അല്ലെങ്കിൽ തിരച്ചിലിന് പോവുക എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പല ഇടങ്ങളിലും ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ മണ്ണിൽ പുതഞ്ഞ നിലയിലായതിനാൽ ഈ പോലീസിന്റെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഈ മരങ്ങളും ഒപ്പം തന്നെ മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വനമേഖലയിലേക്ക് ഈ പോലീസ് ചോപ്പർ പോലീസും സേനകളെല്ലാം തന്നെ ഹെലികോപ്റ്ററിൽ പോയി ഇറങ്ങിക്കൊണ്ടുള്ള പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാണിയമ്പുഴ, കുമ്പളപ്പാറ ഇടങ്ങളിലാണ് പ്രധാനമായും ഇന്നലെ എല്ലാം തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഇതുവരെ 188 മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്നതായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. 67 മൃതദേഹങ്ങളും 121 ശരീരഭാഗങ്ങളും എന്നിങ്ങനെയാണ് കണക്കുള്ളത്. 35 പുരുഷന്മാരുടെയും 27 സ്ത്രീകളുടെയും 3 ആൺകുട്ടികളുടെയും 2 പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ഇന്നും സമാനമായ രീതിയിൽ ഈ ചാലിയാറിന്റെ എല്ലാ കടവുകളിലും രാവിലെ തന്നെ പരിശോധന ആരംഭിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും പരിശോധന നടത്തുക ഇരുട്ടുകുത്തി കുമ്പളപ്പാറ മേഖലയിലായിരിക്കും എന്നുള്ളതാണ്. അതിൽ കാരണം ഈ 2 തീരങ്ങൾക്ക് അപ്പുറത്താണ് വലിയ ഉൾവനം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഉൾവനത്തിൽ നിന്ന് നിരവധി പോഷക നദികൾ ചാലിയാറിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോഷക നദിയിലൂടെ ഉൾവനം വഴി ഏതെങ്കിലും മൃതദേഹങ്ങളും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ ഇത്തരത്തിൽ ഒലിച്ചു വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായും ഈ പരിശോധനയുടെ ലക്ഷ്യം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഹെലികോപ്റ്ററുകളിൽ വിവിധ സേനകളായി തിരിച്ചുകൊണ്ട് ഈ വനത്തിനുള്ളിൽ ഇറങ്ങുകയും അങ്ങനെ വിവിധ സേനകളെ തുടർച്ചയായി വനത്തിനുള്ളിലേക്ക് എത്തിച്ച് തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് നിലവിൽ ഈ പോലീസിന് ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന് തീരുമാനം എന്നുള്ളതാണ്. ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മന്ത്രി വ്യക്തമാക്കിയത് അവസാനത്തെ മൃതദേഹം കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഊർജിതമായ ഒരു തിരച്ചിൽ തന്നെയായിരിക്കും ഇന്നും നടക്കുക. അങ്ങനെ സാധ്യമായ എല്ലാ വഴികളിലൂടെയും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോഴും ഉറ്റവർ നഷ്ടപ്പെട്ടവർ പ്രതീക്ഷയോടെ, ചെറിയ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നുണ്ട് അവരെ ജീവനോടെ കിട്ടുമെന്ന്. അത്തരത്തിൽ വലിയ പ്രതീക്ഷകൾ ഇല്ലെങ്കിലും ഇനിയിപ്പോൾ ജീവനറ്റ മൃതദേഹങ്ങളാണെങ്കിലും മനുഷ്യാന്തസ്സിന് ചേർന്നൊരു സംസ്കാരം ഒരുക്കണമെന്ന ആഗ്രഹമെങ്കിലും അതിജീവിച്ചവർക്ക് ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ, കാണാതായ പ്രിയപ്പെട്ടവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ മതിയാകൂ. അതിന് രക്ഷാദൗത്യ സംഘം അല്ലെങ്കിൽ തെരച്ചിൽ സംഘം ഊർജിതമായി ശ്രമിക്കുന്നുണ്ട്. നമ്മൾ കണ്ടതുപോലെ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് മണ്ണിലമർന്ന ഭാഗങ്ങളിൽ പരിശോധന നടത്തുമ്പോൾ സമാന്തരമായ പുഴയുടെ ആഴങ്ങളിലും പരിശോധന നടത്തുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കെല്ലാം എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത രീതിയിൽ മരണസംഖ്യ ഉയരുന്നുണ്ടെങ്കിലും ഈ മൃതദേഹങ്ങൾ കൂടുതൽ ലഭിച്ചത് ചാലിയാറിൻ്റെ തീരത്താണ്. തുടക്കത്തിലേക്ക്, അതായത് ഈ ഉരുൾപൊട്ടിയ ദിനത്തിലൊക്കെ ഏകദേശം റിവർ ഡിസ്റ്റൻസ് 30 കിലോമീറ്ററോളം ഉണ്ടായിരുന്ന പോത്തുകൽ ഭാഗത്താണ് മൃതദേഹങ്ങൾ ആദ്യം അടിഞ്ഞത്. പിന്നീട് ഈ നീരൊഴുക്ക് കുറഞ്ഞതോടെ പിന്നോട്ട് പല ഭാഗങ്ങളിലായി ഈ മണ്ണന്തലക്കടവ്, കോഴിക്കോട്, അതുപോലെ ഈ മലപ്പുറം, വയനാട് അതിർത്തി പ്രദേശം, സൂചിപ്പാറയ്ക്ക് സമീപമൊക്കെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെയായി ഇത്തരത്തിൽ ഈ ദുരന്തത്തിൻ്റെ ഇരകളായവർ ഉണ്ടാകുമെന്ന നിഗമനത്തിൽ തന്നെ പരിശോധന തുടരുകയാണ്. പരിശോധന ഇന്നും തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് സൈന്യം ഈ പ്രദേശത്തേക്ക് ഊർജിതമായ ഒരു പരിശോധനയിൽ കടന്നത്. ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ സാധ്യമായ എല്ലാ സജ്ജീകരണവും ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പരിശോധന. ആ പരിശോധന 5ാം നാളിലേക്ക് പോകുന്നു. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി പരിശോധന അല്ലെങ്കിൽ തെരച്ചിൽ ദൗത്യം തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ദിവസങ്ങളായി സ്വന്തം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് പ്രവർത്തിക്കുന്ന സേനാംഗങ്ങളുണ്ട്, ഫയർഫോഴ്സ് അംഗങ്ങളുണ്ട്, പോലീസുകാരുണ്ട്. അതിനോടൊപ്പം സ്വയം സന്നദ്ധരായി ഈ മുണ്ടക്കൈ എന്ന ഭാഗം പരിചിതം പോലുമല്ലാത്ത ആളുകൾ വിവിധ ജില്ലകളിലെത്തി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാണെന്ന് ഇവരെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ടവരെ തേടുന്ന സന്നദ്ധ പ്രവർത്തകയും നമ്മൾ കണ്ടു. ഇവർക്കെല്ലാം നമ്മൾ എത്രത്തോളം ബിഗ് സല്യൂട്ട് നൽകിയാലും അത് മതിയാകില്ല. കാരണം ദുരന്തമുഖത്തെ കേരള മാതൃകകൾ കൂടിയാണ് അവർ. ഇപ്പോൾ സമീർ ബിൻ കരീം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീറ, നമ്മൾ ഈ
ഉരുൾപൊട്ടലിൻ്റെ ആദ്യ ദിനങ്ങളിൽ കണ്ടതാണ്. അതിൻ്റെ എക്സ്ട്രീമിൻ്റെ ഒരു 30-35 കിലോമീറ്റർ അകലെ പോത്തുകലടക്കമുള്ള ഭാഗത്താണ് ആദ്യ മൃതദേഹങ്ങൾ അടിഞ്ഞത്. പക്ഷേ പിന്നീട് നീരൊഴുക്ക് കുറഞ്ഞോടെ പിറകോട്ട് അടിഞ്ഞായി കാണുന്നു. പലപ്പോഴും മൃതദേഹങ്ങൾ ലഭിച്ചത് ഈ മനുഷ്യവാസമുള്ള ഇടത്ത് അതിൻ്റെ തീരങ്ങളിൽ അടിയുമ്പോൾ മാത്രമാണ്. ഇനി വനപ്രദേശത്തിലൂടെ ചാലിയാർ ഒഴുകുന്നുണ്ട്, അവിടെ അങ്ങനെ മനുഷ്യർ വസിക്കുന്നില്ല. അപ്പോൾ ആ ഇടത്ത് ഒരു പ്രത്യേക പരിശോധന നടത്തിയാൽ മാത്രമല്ലേ മൃതദേഹങ്ങൾ അടിഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയൂ സമീർ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിലെല്ലാം തന്നെ മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നത് ഈ മനുഷ്യവാസമുള്ള ഇടങ്ങളിലും ഒപ്പം തന്നെ ഈ പാലങ്ങളിൽ അടിഞ്ഞു കൂടിയ മരങ്ങളെല്ലാം തന്നെ മരങ്ങൾക്കിടയിലും ഒക്കെയാണ്. അതായത് ജനങ്ങൾ ഇവിടെ മൃതദേഹം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കണ്ടെത്തി ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന രീതിയായിരുന്നു ആദ്യഘട്ടത്തിലായിരുന്നത്. എന്നാൽ ഇന്നലെ മുതൽ അങ്ങനെയല്ല, മറിച്ച് ഇനി ലഭിക്കാൻ മൃതദേഹമുള്ളത് ഈ ഉൾവനത്തിലോ അല്ലെങ്കിൽ വെള്ളച്ചാട്ടങ്ങളിലൂടെ തന്നെ ഒഴുകി വന്ന് ഉൾവനത്തിൽ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നിലവിൽ ഇന്നലെ മുതൽ ഈ രക്ഷാപ്രവർത്തകർ ഉള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലവിൽ വനമേഖല കേന്ദ്രീകരിച്ച് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇരുട്ടിക്കുത്തി മേഖലയിൽ നിന്നൊക്കെ തന്നെ പോത്തുകൽ ഇരുട്ടുകുത്തി മേഖലയിൽ നിന്നും 15 കിലോമീറ്ററോളം ഉൾവനത്തിലേക്ക് ഈ രക്ഷാപ്രവർത്തകർ ഉൾവനത്തിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങി നടന്നുകൊണ്ടാണ് നിലവിൽ ഈ രക്ഷാപ്രവർത്തനം എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ ഉൾവനത്തിന് സമീപത്തുള്ള വെള്ളച്ചാട്ടങ്ങളിലും മറ്റുമെല്ലാം തന്നെ മൃതദേഹങ്ങളെല്ലാം എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇങ്ങനെ ഈ ഉൾവനത്തിൽ നിന്നും ഇന്നലെ 12ഓളം മൃതദേഹങ്ങളാണ്, അതായത് ശരീരഭാഗങ്ങളടക്കം 12ഓളം മൃതദേഹങ്ങളാണ് ഇന്നലെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയത് എന്നുള്ളതും ഇന്നും അതിന്റെ ഒരു സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പക്ഷേ ഇന്ന് കൂടുതൽ സേനകൾ ഈ പരിശോധനക്കായി എത്തുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നൊരു പക്ഷേ കൂടുതൽ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ ശരീരങ്ങളോ ലഭിക്കുമെന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു അനുമാനമായി നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ ചാലിയാറിന്റെ എല്ലാ കടവുകളിലും പരിശോധന നടത്താൻ പോലീസ് വിവിധ പോലീസ് സ്റ്റേഷൻ SHOമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം തെരച്ചിലിൽ ഇന്നലെ ഈ ചാലിയാർ പോത്തുകല്ല് ഭാഗത്തു നിന്നും വീണ്ടും 20 കിലോമീറ്റർ അകലെ, അതായത് സൂചിപ്പാറയിൽ നിന്നും 40 കിലോമീറ്ററോളം അകലെയുള്ള മമ്പാട് ഓടായിക്കൽ ബ്രിഡ്ജിന് സമീപത്ത് നിന്ന് ഏതാണ്ട് 4ലധികം മൃതദേഹങ്ങൾ ലഭിച്ചതും ഈ ഒരു തെരച്ചിലിന്റെ ഭാഗമായി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ചാലിയാറിന്റെ വിവിധയിടങ്ങളിലുള്ള പാലങ്ങൾക്കടിയിലുള്ള മരങ്ങളും ഒപ്പം തന്നെ കല്ലുകളും എല്ലാം തന്നെ പൂർണ്ണമായും ഇതുവരെ നീക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവയും ഇന്നും നീക്കും. അങ്ങനെയെങ്കിൽ അതിനിടയിൽ നിന്നും ഒരുപക്ഷെ ശരീരങ്ങളോ ശരീരഭാഗങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വനത്തിലും സമാന്തരമായി ചാലിയാറിന്റെ എല്ലാ കടവുകളിലും അല്ലെങ്കിൽ എല്ലാ തീരങ്ങളും കേന്ദ്രീകരിച്ചും വിപുലമായ തിരച്ചിലായിരിക്കും നടക്കുക എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടവും മന്ത്രിയും എല്ലാം തന്നെ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. രാവിലെ 8 മണിയോടുകൂടി തന്നെ ആയിരിക്കും തിരച്ചിൽ ആരംഭിക്കുക എന്നുള്ളതാണ്. രാവിലെ ആദ്യം ഒരുപക്ഷെ അവലോകന യോഗം ചേർന്നിട്ടായിരിക്കും ഇത്തരത്തിൽ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇന്നും സമാനമായ രീതിയിൽ പോലീസിന്റെ ഡ്രോണുകളും ഒപ്പം തന്നെ ഈ കടാവർ ഇനത്തിൽപ്പെട്ട നായും ഇന്നും തിരച്ചിലെത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സുഹൈൽ. അതെ സമീർ, അതിജീവിച്ചവർക്ക് അതിജീവിച്ചതിൻ്റെ ആശ്വാസമില്ല. അവർക്ക് ആകെയുള്ളത് ആകുലതകൾ മാത്രമാണ്. ഒന്നിച്ച് ഒരു വീട്ടിൽ കിടന്നവരിൽ പലരും ഒഴുകിപ്പോയി. കൺമുന്നിലൂടെ സഹായകരങ്ങൾ അവർ ഉയർത്തിയെങ്കിലും അതിൽ പിടികിട്ടാതെ ഒഴുകിപ്പോയി ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. ആ പ്രിയപ്പെട്ടവരെ ജീവനോടെ കിട്ടുമെന്ന് അമിത പ്രതീക്ഷയില്ല, പക്ഷെ അത്ഭുതങ്ങൾ അവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ ജീവനറ്റ മൃതദേഹങ്ങളാണെങ്കിൽ പോലും മനുഷ്യാന്തസ്സിന് ചേർന്ന രീതിയിൽ സംസ്കാരം നടത്താനെങ്കിലും അവസാനം ഒരു നോക്ക് കാണാനെങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കിട്ടണമേ എന്ന് മാത്രം ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന സ്വപ്നങ്ങളില്ലാത്തൊരു ജനതയായി മുണ്ടക്കൈ മാറിയിരിക്കുന്നു. അവർക്ക് അല്പമെങ്കിലും ആശ്വാസമാകണമെങ്കിൽ നമ്മുടെ എല്ലാം കരുതൽ വേണം, നമ്മുടെ എല്ലാം സഹായസ്ഥം വേണം. അതിനപ്പുറത്തേക്ക് പ്രിയപ്പെട്ടവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തി കൊടുക്കണം. അതുമാത്രമാണ് അവരുടെ ആഗ്രഹം. ഇപ്പോൾ ഷഹദ് റഹ്മാൻ ചൂരൽമലയിൽ നിന്ന് ചേർന്നു. ഷഹദ്, ഇപ്പോൾ ചൂരൽമലയിൽ ആരെങ്കിലും ദൗത്യസേനാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? ഇത്തരത്തിൽ പരിശോധനയുടെ എന്തെങ്കിലും നടപടിക്രമങ്ങൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനയുണ്ടോ? ഇതുവരെ ഇവിടേക്ക് ഉദ്യോഗസ്ഥരൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. നിലവിൽ ഇപ്പോൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന, അതായത് രാത്രിയിൽ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർ ഈ ചൂരൽമലയിലേക്കും അതുപോലെ തന്നെ മുണ്ടക്കയത്തേക്കും പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു പോലീസ് ജീപ്പ് വന്നു. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അതായത് സജീവമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിനുള്ള ടീമംഗങ്ങളൊന്നും തന്നെ എത്തിയിട്ടില്ല. അത് എത്തുമ്പോഴേക്കും ഏകദേശം 7-8 മണിയാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അല്പം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലാവസ്ഥ അനുകൂലമായാൽ കാര്യങ്ങൾ കൂടി എളുപ്പമാകുമെന്ന്. എന്നാൽ നിലവിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. കാലാവസ്ഥ പ്രതികൂലമാവുകയാണ്. മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ രാവിലെ തന്നെ ഈ മഴ പെയ്താൽ അത് സ്വാഭാവികമായിട്ടും രക്ഷാപ്രവർത്തനത്തെ കാര്യമായി തന്നെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയുണ്ട്. എന്നാൽ ഇപ്പോൾ ചെറിയ രീതിയിൽ മാറി നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇടവിട്ടാണ് ഇവിടെ ഈ മഴ പെയ്യുന്നതും അതുപോലെ തന്നെ മഴ വന്നുകൊണ്ടിരിക്കുന്നതും. അപ്പം ഈ മഴ പെയ്യുന്തോറും ഈ ചളി കൂടുതലായിട്ടും മറ്റിടങ്ങളിലേക്ക് പരക്കുകയാണ്. അതുപോലെ തന്നെ പലയിടങ്ങളിലും മണ്ണിടിച്ചിലൊക്കെ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് ഈ വരുന്ന വഴികളിലൊക്കെ. അപ്പൊ അത് കുറെ കൂടി ദുർഘടമാണ്. കാരണം മുൻപ് ഉരുൾപൊട്ടലുണ്ടായിരുന്ന പുത്തുമല മേഖലയിൽ നിന്ന് വരുന്ന വഴി അത് കുറെ കൂടി ദുർഘടം പിടിച്ച വഴിയാണ്. അപ്പോൾ അവിടെ ആ മേഖലകളിലൊക്കെ തന്നെ കുറെ അധികം മണ്ണ് റോഡുകളിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പം അതിലുള്ള വാഹന ഗതാഗതം അത് കുറെ കൂടി. ഷഹദ് റഹ്മാനാണ് വിശദാംശം നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ചുരൽമലയിൽ ദൗത്യസേനാംഗങ്ങൾ ഇപ്പോൾ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ 7 മണിയോടുകൂടി തന്നെ ഏകദേശം വെളിച്ചമൊക്കെ വരുമ്പോൾ തന്നെ ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തെരച്ചിൽ ദൗത്യം തുടരും അല്ലെങ്കിൽ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് ഓറഞ്ച് അലേർട്ട് വയനാട്ടിലുള്ള സമയത്ത് പോലും റെഡ് അലേർട്ടിന് സമാനമായ രീതിയിൽ മഴ പെയ്യുന്നു, കുത്തൊഴുക്കുണ്ടാകുന്നു, ചെളി നിറയുന്നു. അങ്ങനെ വെല്ലുവിളികൾ ഏറെയുള്ളൊരു ദൗത്യമാണ്. ആ ദൗത്യത്തിൽ കാലാവസ്ഥ മാറി നിൽക്കുക എന്നുള്ളത് ഈ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. പക്ഷേ ഇന്ന് രാവിലെ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെറിയ രീതിയിൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. മഴ മാറി അവിടെ ഒരു നല്ലൊരു കാലാവസ്ഥ, അല്പം വെയിലുള്ള അല്ലെങ്കിൽ മഴ മാറിയിട്ടുള്ളൊരു കാലാവസ്ഥയാണെങ്കിൽ തിരച്ചിൽ ഒന്നുകൂടെ ത്വരിതപ്പെടും, അല്ലെങ്കിൽ കൂടുതൽ വെല്ലുവിളിയാകും എന്ന് തന്നെയാണ് നമ്മൾ ആ ടെറൈൻ മനസ്സിലാക്കിയപ്പോഴൊക്കെ കണ്ടത്. മേൽമണ്ണൊലിച്ചു പോയ ഒരു നാടാണ്, അവിടെ ചെളി മാത്രമാണ് ഉള്ളത്. മഴ പെയ്യുന്നതോടെ അത് കൂടുതൽ ദുസ്സഹമാകും. അതിനപ്പുറത്തേക്ക് ജലനിരപ്പ് വരും. കാലാവസ്ഥ അതിൻ്റെ രുദ്രഭാവം കൈക്കൊള്ളാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം. ഇങ്ങനെ ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 80-ലേറെ ക്യാമ്പുകളിലായി, അതായത് കാണാതായവർക്കായി തിരച്ചിൽ തുടരുമ്പോഴും അതിജീവിച്ചവരുടെ കാര്യങ്ങൾ കൂടി നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അവരെ വീണ്ടും അതിജീവിപ്പിക്കുക, മാനസികമായി കൂടി അതിജീവിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. ശാരീരികമായി അതിജീവിച്ചവർ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് അവരെ കാണുമ്പോൾ മനസ്സിലാകുകയുള്ളൂ. നിർവികാരതയാണ് അവരുടെ മുഖങ്ങളിൽ. പലപ്പോഴും മൃതദേഹങ്ങൾ കണ്ട് മനമടുത്തൊരു ജനത, അവരുടെ പ്രിയപ്പെട്ടവർ ഓരോ മൃതദേഹങ്ങൾ വരുമ്പോൾ ആകുലതയോടെ ആണെങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവസാനമായി കാണാൻ അത് അവരായിരിക്കണേ എന്ന് ചിന്തിക്കുന്ന ഒരു ജനത, അത് എത്രത്തോളം വലിയ ഭീകരമായിരിക്കും, ഭയാനകമായിരിക്കുമെന്ന് ഊഹിച്ചാൽ മതിയാകും. മരിച്ചു കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ ഞങ്ങളുടെ ആളുകൾ ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയായി മാറുകയാണ്. കാരണം അവർക്ക് ജീവനോടെ അവരുടെ പ്രിയപ്പെട്ടവർ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷകൾ മങ്ങി തുടങ്ങിയിരിക്കുന്നു. അതേറെക്കുറെ ഇല്ലാതായിരിക്കുന്നു എന്ന് അല്പം സങ്കടത്തോടു കൂടിയാണെങ്കിലും യാഥാർത്ഥ്യം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ 80-ലേറെ ക്യാമ്പുകളിലായി 9,000-ത്തിലധികം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ എല്ലാ മെറ്റീരിയലുകളും നേരത്തെ നൗഷാദക്കെ പോലെ ഐറമോളെ പോലുള്ള ആളുകളുടെ ഈ സംഭാവനകൾ അത് കൃത്യമായി അവിടെ എത്തിച്ചേരുന്നു എന്ന് തന്നെ നമുക്ക് തീർത്ത് പറയേണ്ടിയിരിക്കുന്നു. നൗഷാദക്കെ പോലുള്ള വസ്ത്രങ്ങൾ നൽകുന്നവർ സ്വന്തം വീട്ടിലെ അംഗങ്ങൾക്ക് വസ്ത്രങ്ങൾ നൽകുന്നത് പോലെ അവർക്ക് എന്തൊക്കെ വേണ്ടി വരും, അവരുടെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്, അവരുടെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവിടെ സാധനങ്ങൾ എത്തിക്കുന്നവർ, അരി എത്തിക്കുന്നവർ, പഞ്ചസാര എത്തിക്കുന്നവർ, അങ്ങനെ പലവ്യഞ്ജന വസ്തുക്കൾ എത്തിക്കുന്നവർ, ബിസ്ക്കറ്റ് എത്തിക്കുന്നവർ, കുട്ടികൾക്ക് ടോയ്സ് എത്തിക്കുന്നവർ, അങ്ങനെ ഒരു ചേർത്ത് വെക്കലിൻ്റെ, ഒരു കൈ പിടിച്ചുയർത്തലിൻ്റെ ഒരു നല്ല പാഠം കൂടി ആ ദുരന്തമുഖത്തുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഇനി ഒരു മനുഷ്യായുസ്സിൽ കാണാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ഷഹദ് റഹ്മാൻ ചെയ്യുന്നു. ഷഹദ, 80-ലേറെ ക്യാമ്പുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. 9,000-ത്തിലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ടെന്നാണ് കരുതുന്നത്. ആ കണക്ക് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് അറിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുണ്ടോ? ഈ ക്യാമ്പുകളുടെ പ്രവർത്തനം എങ്ങനെയാണ്? പുനരധിവാസമൊക്കെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് നിലവിൽ അവരുടെ കാര്യങ്ങൾ എങ്ങനെ, അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് അവിടെ ഉള്ളത്? അതിനപ്പുറത്തേക്ക് ഈ എന്തെങ്കിലും രീതിയിൽ ഡാറ്റ കളക്ഷനൊക്കെ അവിടെ നടക്കുന്നുണ്ടോ? നഷ്ടപ്പെട്ടു പോയവർ ആരൊക്കെ, അവിടെ ക്യാമ്പിലുള്ളവർ ആരൊക്കെ എന്നൊക്കെ രീതിയിലുള്ളൊരു ഡാറ്റ അസസ്മെന്റ് അവിടെ നടക്കുന്നുണ്ടോ ഷഹദ? സുഹേൽ, നിലവിൽ ഈ ക്യാമ്പുകൾ അത് ജില്ലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ക്യാമ്പുകൾ പ്രധാനപ്പെട്ട ക്യാമ്പ് എന്ന് പറയുന്നത് മേപ്പാടിയിലുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പാണ്. അവിടെ 700ഓളം ആളുകളാണ് ഉള്ളത്. പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി വേറൊരു ചെറിയ ബസ്സിലും കൂടി കുറെ അധികം ആളുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കണക്ക് ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അതൊരു പക്ഷേ ഇന്ന് പുറത്തുവിടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല മറ്റിടങ്ങളിലും, അതായത് കൽപ്പറ്റയിൽ ഒരു ക്യാമ്പുണ്ട്, അതുപോലെ തന്നെ ഈ മേപ്പാടി മേഖലയിൽ തന്നെ മറ്റൊരു ക്യാമ്പുണ്ട്. അങ്ങനെ കുറെ അധികം ക്യാമ്പുകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 8ഓളം ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടങ്ങളിലൊക്കെ നല്ല രീതിയിൽ ആളുമുണ്ട്. ഏറ്റവും വലിയ ക്യാമ്പ് എന്ന് പറയുന്നത് 700 പേർ താമസിക്കുന്ന മേപ്പാടിയിലുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പാണ്. അപ്പം ആ ക്യാമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇനി ആരെങ്കിലും മിസ്സിംഗ് ആയിട്ടുള്ളതുണ്ടോ, അതുപോലെ തന്നെ ആരെങ്കിലും കണ്ടു കിട്ടാനുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ എണ്ണം അവിടെ നിന്ന് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.
അതുപോലെ തന്നെ ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ ഒരു ഭാഗത്ത് ഈ കാണാതായ ആളുകൾക്കായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി അവർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല മാനസികമായിട്ട് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് കുറെ അധികം ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ കൗൺസിലിംഗും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഈ വസ്ത്രം, അതുപോലെ തന്നെ മരുന്ന്, ഭക്ഷണം ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവർക്കൊക്കെ. അത് വിവിധ ഇടങ്ങളിൽ നിന്ന് ഒരു ആഹ്വാനവും ഇല്ലാതെ തന്നെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അവിടങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ മറ്റ് ആളുകളെ, അതായത് കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് എത്തുന്നു, അവർക്ക് വേണ്ട സഹായങ്ങൾ ഇന്നലെ ഈ ബാലാവകാശ കമ്മീഷനൊക്കെ വന്ന് ഈ സംഭവ സ്ഥലത്തെത്തി കുട്ടികളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അധിക ദിവസം പഠനം മുടക്കി ഇങ്ങനെ ഇവിടെ തുടരാൻ പറ്റില്ല എന്ന ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് എത്രയും വേഗം പഠനം പുനരാരംഭിക്കാനുള്ള നടപടികൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതുപോലെ തന്നെ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഉടൻ തന്നെ ഏർപ്പെടുത്തും. അതുപോലെ തന്നെ വിവിധ സംഘടനകൾ ഈ മേഖലകളിൽ എത്തുകയും ഇവിടുന്ന് കാര്യങ്ങൾ ശേഖരിക്കുകയും ഡാറ്റകൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഡാറ്റകൾ ശേഖരിച്ച് ഇനി ആവശ്യമായിട്ട് എന്തെല്ലാം ക്രമീകരണങ്ങളാണ് വരുത്തേണ്ടത് ആ ക്രമീകരണങ്ങൾ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പുനരധിവാസമാണ് ഇനി ഏറ്റവും പുതിയ വെല്ലുവിളി അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത്. കാരണം ഈ ക്യാമ്പ് എത്ര കാലം ഉണ്ടാകുമെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയൊന്നുമില്ല. പക്ഷേ ഈ ക്യാമ്പ് കഴിഞ്ഞാൽ ഈ ജനങ്ങൾ അത്രയും അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ അത്രയും എങ്ങനെ എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ലാതെ നിൽക്കുന്നതാണ്. അവരുടെ മുന്നിൽ ഇനി എന്ത് എന്നൊരു ചോദ്യം, അത് ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഈ സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മതസംഘടനകൾ എല്ലാവരും ചേർന്ന് കുറെ അധികം ഓഫറുകൾ നമുക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടിയിട്ടുള്ളത്. 10 വീട്, 30 വീട്, 40 വീട്, അതുപോലെ തന്നെ 50 വീട്, അങ്ങനെ നിരവധി വീടുകൾ നിർമ്മിച്ചു നൽകാൻ പലരായിട്ട് മുന്നിട്ടിറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള വീട്ടുപകരണങ്ങൾ നൽകാൻ കുറെ അധികം ആളുകൾ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കേരളം ഒന്നാകെ ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു ദുരന്തത്തെ നേരിടുകയാണ്. ആ ദുരന്തത്തിൽ നേരിടുമ്പോൾ ഇപ്പോൾ ഈ അകപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ തനിച്ചായി നിൽക്കുന്ന അല്ലെങ്കിൽ ആരാരും ഇല്ലാതെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് എന്ന സന്ദേശം പകർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ എത്രയും വേഗം എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ക്യാമ്പുകളിൽ നിന്ന് എത്രയും വേഗം വാടക വീടുകളിലേക്ക് മാറാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു, പ്രധാനമായിട്ടും ഈ സർക്കാർ ഇവർക്ക് വാടക വീട് ഒരുക്കി നൽകുകയാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ മുഴുവൻ ഞങ്ങൾ വാങ്ങാമെന്ന്. ഡിവൈഎഫ്ഐ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ഇവർക്ക് 10ഓളം വീടുകൾ നമ്മൾ നിർമ്മിച്ച് നൽകാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ 30 വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് പറയുന്നു. അതുപോലെ തന്നെ സമസ്തയുടെ ആളുകൾ വന്നിട്ട് ഇന്നലെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരികയാണ്, സാധ്യമാകുന്നത് എന്തും ചെയ്യുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റ് സംഘടനാ നേതാക്കളൊക്കെ ഈ സ്ഥലങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഓഫറുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരാരും ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും കൂടെ ഉണ്ട് എന്നൊരു സന്ദേശമാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ നമ്മളെല്ലാവരും കൂടെ തന്നെ ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും ക്യാമ്പുകളിൽ നിന്ന് ഇവർ ഇനി പുതിയ വീടുകളിലേക്കായിരിക്കും പോവുക, അല്ലെങ്കിൽ വാടക വീടുകളിലേക്ക് ആയിരിക്കും പോവുക. അപ്പോഴും ഇവർക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് എത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനൊക്കെ അപ്പുറത്ത് നമുക്കറിയാം, ഇത്തരമൊരു ദുരന്തം നടന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒന്ന് ക്ഷീണിക്കേണ്ടയോ അല്ലെങ്കിൽ നമുക്കൊന്ന് സംശയിച്ച് നിൽക്കേണ്ടയോ ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വിവിധ മേഖലകളിൽ നിന്നാണ് ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എത്തിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള മേഖലകളിൽ നിന്ന്, അതുപോലെ തന്നെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന്. അതുകൊണ്ട് നമുക്ക് ഒന്ന് അമാന്തിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആവശ്യത്തിലധികമായിരുന്നു ഇവിടെ എല്ലാ ഘട്ടങ്ങളിലും ആളുകൾ, അതുപോലെ തന്നെ സാധനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം നിറഞ്ഞിട്ടുള്ള ഒരു കാര്യം. കാരണം രക്ഷാപ്രവർത്തകർ അത്രയധികം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സാധന സാമഗ്രികൾ കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലും എല്ലാ സാധനങ്ങളും, അതുപോലെ തന്നെ മനുഷ്യ സഹജമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഒക്കെ കൃത്യസമയത്ത് ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേറെ ആശ്വാസം നിറഞ്ഞതുമാണ്. അത്തരത്തിൽ തന്നെയാണ് ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകളുമായൊക്കെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ. അപ്പോൾ ഏറെ വേദന ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും വീണ്ടും അവർ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അവർ പലരും പല കാര്യങ്ങളും മറക്കാൻ ശ്രമിക്കുകയാണ്. പലതും മറക്കാൻ പറ്റുന്നതല്ല, കൺമുന്നിൽ നിന്ന് പെട്ടെന്ന് വായിച്ചു കളയാൻ പറ്റുന്നതല്ല. അത് ഈ എന്താ പറയാ,
ഈ ഉരുൾപൊട്ടലിലെ ശബ്ദമൊന്നും അത്ര പെട്ടെന്ന് അവരുടെ മനസ്സിൽ നിന്ന് പോകില്ല. ആ ഭയം, ആ ഭീതി അവരുടെ കണ്ണുകളിലും അവരുടെ ചെവികളിലും സംസാരത്തിലും ഒക്കെയുണ്ട്. പക്ഷെ അപ്പോഴും അവർ പൊതുജീവിതം അടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിച്ച് അവർ പൊതുജീവിതം നെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനൊപ്പം തന്നെയാണ് നമ്മളെല്ലാവരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്.